ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റർ വൈസ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് ഇത്തിരി ശക്തി ഒത്തിരി ജോലി. ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതിനകത്തുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വ്യക്തി എന്ത് ചെയ്യുവാണ്? തേങ്ങ പൊതിക്കുകയാണ്. എങ്ങനെയാ തേങ്ങ പൊതിക്കുന്നത്? തേങ്ങ പൊതിക്കുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അല്ലേ? നമ്മൾ സാധാരണ പാരയെന്നൊക്കെ പറയാറുണ്ട്. എന്താ അതിന് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. തേങ്ങ പൊതിക്കുന്ന ഉപകരണം ഉപയോഗിച്ചാണ് തേങ്ങ അദ്ദേഹം പൊതിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നാവായിട്ടിരിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അല്ലാതെ നമുക്ക് തേങ്ങ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ പൊക്കി കൊടുക്കുമ്പോൾ പൊതിഞ്ഞു വരുന്നത് കൊണ്ടല്ലേ. നമ്മൾ തേങ്ങ പൊതിക്കുന്നത് സാധാരണ എങ്ങനെയാ? മഴ ഉപയോഗിച്ചോ, വെട്ടുകത്തി ഉപയോഗിച്ചോ, അല്ലെങ്കിൽ തേങ്ങ പൊളിക്കുന്ന ഉപകരണം ഉപയോഗിച്ചാണ് നമ്മൾ തേങ്ങ പൊതിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം നമ്മൾ വീട്ടിൽ ഓരോ ജോലികൾ ചെയ്യുമ്പോഴും നമ്മൾ ജോലികൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് വിവിധ ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളാണ് ലഘുയന്ത്രങ്ങൾ. ജോലി എളുപ്പമാക്കുന്ന ഇത്തരം ഉപകരണങ്ങളെ എന്താ പറയുന്നത്? ലഘുയന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഇവിടെ വിവിധ തരത്തിലുള്ള യന്ത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. എല്ലാം ലഘുയന്ത്രങ്ങളാണ്. നമ്മൾ ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങളുടെ പടമായിട്ട് കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, ചുറ്റിക എന്തിനു വേണ്ടിയിട്ടാ? ആണി ഇളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ നാരങ്ങ ഞെക്കി നമുക്ക് വേഗത്തിൽ നാരങ്ങ നിരക്ക കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓപ്പണർ വേഗത്തിൽ സോഡാടയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തിൻ്റെങ്കിലും അടപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ കപ്പിയും തൊട്ടി എന്തിനു വേണ്ടിയിട്ടാണ്? വേഗത്തിൽ വെള്ളം കോരാൻ വേണ്ടിയിട്ട്. പിന്നെ പാക്ക് വെട്ടിയൊക്കെ വേഗത്തിൽ പാക്ക് പൊളിക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ചിത്രത്തിൽ എന്താ കാണുന്നത്? സീസോയിൽ ആടുന്ന കുട്ടികളെ കാണാം. നോക്ക്, ഒന്നാമത്തെ സീസോയിൽ വലിയ കുട്ടി നിഷ്പ്രയാസം ചെറിയ കുട്ടിയെ പൊക്കി നിർത്തിയേക്കുക കണ്ടോ. രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ, രണ്ട് കുട്ടികളും അവരുടെ ഭാരത്തെ തുലനം ചെയ്തവരെ നിർത്തിയേക്കുവാണ്. മൂന്നാമത്തെ സീസോയിൽ നോക്കിക്കേ, ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്തേക്കുവാണ്? വലിയ കുട്ടിയെ ഉയർത്തി നിർത്തിയേക്കുവാണ്. കുട്ടികൾ സീസോയിൽ ആടുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. നമുക്ക് എന്താ മനസ്സിലാക്കാനും സാധിച്ചത്? വലിയ ഭാരങ്ങൾ ഉയർത്താനും അധ്വാനം ലഘൂകരിക്കാനും ബലമുള്ള ദണ്ഡുകൾ നാം ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ ദണ്ഡിന് കഴിയുന്നത് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ കഴിയുന്നത് കൊണ്ടും ഒരു ദൃഢദണ്ഡായതുകൊണ്ടുമാണ് ജോലി എളുപ്പമാവുന്നത്. ഇവിടെ നോക്കിക്കേ, ഉത്തോലകങ്ങൾ എന്താണെന്ന്? ഉത്തോലകങ്ങൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. എന്താ പറയുന്നേ? ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഉത്തോലകങ്ങൾ. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാകുന്നത്. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉത്തോലകങ്ങൾ ലഘുയന്ത്രങ്ങളാവുന്നത്. ഓക്കെ, നോക്കിക്കേ, ആർക്കിമിഡീസ് പറഞ്ഞേക്കുന്ന എന്താണെന്ന്? നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഭൂമിയെ തന്നെ ഉയർത്താമെന്ന് പറയാനുള്ള ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു ആർക്കിമിഡീസ്. ഉത്തോലകങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ള അറിവായിരുന്നു ആർക്കിമിഡീസിന്റെ വാക്കിന്റെ ധൈര്യം. നോക്കിക്കേ, ദാരം, യജ്ഞം, രോധം. ഇവിടെ ഒരു വ്യക്തി പാരക്കോൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ്? കല്ല് ഉയർത്തുകയാണ്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. പാരക്കോൽ ഉപയോഗിച്ച് ഒരാൾ ഒരു വലിയ പാറക്കല്ല് ഉയർത്തുന്നു. ഇവിടെ പാരക്കോൽ ഒരു ഉത്തോലകമാണ്. പാരക്കോല് ഒരു ഉത്തോലകമാണ്. കണ്ടോ, ഇതാണ് പാരക്കോല്. ഒരു ഉത്തോലകമാണ്. പാരക്കോൽ അതിന് താഴെ വെച്ചിരിക്കുന്ന ചെറിയ കല്ലിനെ ആധാരമാക്കി ചലിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? വലിയ കല്ല് ഉയരുന്നത്. ഇവിടെ കണ്ടോ, ചെറിയ കല്ല് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ചെറിയ കല്ലിനെ ആധാരമാക്കിയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വലിയ കല്ലിനെ ഉയർത്തുന്നത്. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ എന്താ പറയുന്നത്? ദാരം എന്നാണ് പറയുന്നത്. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ ദാരമെന്ന് പറയുന്നു. നമ്മൾ എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത്? നമ്മൾ കൈകൊണ്ട് ഉത്തോലകത്തിന്റെ ഒരു സൈഡിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. ബലം പ്രയോഗിച്ച് ഉയർത്തേണ്ട ഭാരം എവിടെയാണ് വെച്ചേക്കുന്നത്? ഉത്തോലകത്തിന്റെ മറ്റൊരു സൈഡിലാണ് ഉയർത്തേണ്ട വസ്തു ഇരിക്കുന്നത് അല്ലേ.
നാം പ്രയോഗിക്കുന്ന ബലത്തെ എന്താ പറയുന്നത്? യത്നം എന്നാണ് പറയുന്നത്. നാം പ്രയോഗിക്കുന്ന ബലത്തെ യത്നം, എഫേർട്ട് എന്ന് പറയുന്നു. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം രോധം, റെസിസ്റ്റൻസ്. വലിയ കല്ലിന്റെ ഭാരം അനുഭവപ്പെടുന്ന സ്ഥാനത്താണ് രോധം. എന്താ പറയുന്നത്? വലിയ കല്ലിന്റെ ഭാരം അനുഭവപ്പെടുന്ന സ്ഥാനത്താണ് രോധം. അപ്പൊ രോധം എവിടെയാണ്? ഇവിടെയാണ് രോധം. ഓക്കെ. നാം പ്രയോഗിക്കുന്ന ബലത്തെയാണ് എന്ത് പറയുന്നത്? യത്നം എന്ന് പറയുന്നത്. യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം. വലിയ കല്ലിന്റെ ഭാരം അനുഭവപ്പെടുന്ന സ്ഥാനത്താണ് എന്തുള്ളത്? രോധം ഉള്ളത്. എന്നിട്ട് പറയുന്നത് എന്താ? ഒരു കത്രിക നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ദാരത്തെ ആധാരമാക്കി 2 ദൃഢദണ്ഡുകൾ ചലിക്കുന്നില്ലേ? കത്രികയെ കുറിച്ചാണ് പറയുന്നത്. കത്രികയ്ക്ക് 2 ദൃഢദണ്ഡുകളുണ്ട്. നാം ഉപയോഗിക്കുന്ന പല ഉത്തോലകങ്ങളിലും ഇതുപോലെ ഒന്നിൽ കൂടുതൽ ദൃഢദണ്ഡുകൾ ഉൾപ്പെടുന്നുണ്ട്. നോക്കിക്കേ, എല്ലാ ഉത്തോലകങ്ങളുടെയും ആധാരബിന്ദു രോധത്തിനും യത്നത്തിനും ഇടയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ചില ഉത്തോലകങ്ങളിൽ രോധവും മറ്റു ചിലതിൽ യത്നവും ഇടയിൽ വരുന്നില്ലേ? താഴെ പറയുന്ന ഉത്തോലകങ്ങളിലെ ദാരം, രോധം, യത്നം എന്നിവ ചിത്രത്തിൽ അടയാളപ്പെടുത്തു. ഓക്കെ. നമുക്ക് ആദ്യം എന്താണ് കത്രിക ഒന്ന് നോക്കാം. കത്രികയ്ക്ക് നമ്മൾ ഇവിടെയാണ് ബലം കൊടുക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ബലം കൊടുക്കുന്ന ഭാഗം എന്താണ്? യത്നമാണ്. ബലം കൊടുക്കുന്ന ഭാഗം യത്നമാണ്. ഈ ഒരു പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കത്രിക എന്ത് ചെയ്യുന്നത്? ചലിക്കുന്നത്. നമ്മൾ ഈ ഒരു ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമേ. ഓക്കെ. ഈ ഒരു ബിന്ദുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കത്രിക മുകളിലേക്കും താഴോട്ടും ഒക്കെ ചലിച്ച് പേപ്പർ ആയാലും എന്തായാലും കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? കട്ട് ചെയ്യുന്ന ഭാഗമാണ് രോധം, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഇത് ദാരമാണ്. ദാരം. ഇതെന്താണ്? യത്നമാണ്. ഓക്കെ, അത്ര മനസ്സിലായല്ലോ. ഇനി നോക്കിക്കേ, ഇവിടെ പാക്കുവെട്ടി നാരങ്ങാഞ്ഞിക്കും എന്തായിട്ട് വരും? അത് 2ാം വർഗ ഉത്തോലകമാണ്. അതായത് നമ്മൾ ബലം കൊടുക്കുന്നത് 2ന്റെ എവിടെയാണ്? ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ബലം കൊടുക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മൾ ബലം കൊടുക്കുന്നു. അതിന്റെ ഫലം അനുഭവിക്കുന്നത് എവിടെയാണ്? ഈ സെൻറ്റർ ഭാഗമാണ് അല്ലെ? നടുഭാഗത്താണ് ആ ഒരു ഫലം അനുഭവിക്കുന്നത്. അതിന്റെ പോയിന്റ് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് 2ന്റെയും പോയിന്റ് വരുന്നത്. അതുകൊണ്ട് ഇതെന്താണ്? 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അപ്പോൾ എവിടെയാണ്? ഇവിടെയാണ് യത്നം. അതിന്റെ രോധം എവിടെയാണ്? രോധം ഇവിടെയാണ്. റെസിസ്റ്റൻസ്, ദാരം 3ാമത് ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കത്രികയും കട്ടിംഗ് പ്ലെയറും 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഓക്കെ. ചവണ 3ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. അതിന്റെ പോയിന്റ് ഇവിടെയാണ്. ഇവിടെ എന്താണ്? നമ്മൾ ബലം കൊടുക്കുന്നു. ഇവിടെയാണ് അതിന്റെ ഫലം അനുഭവപ്പെടുന്നത്. ഇവിടെ സ്റ്റാപ്ലെയർ പല വിധത്തിലുണ്ട്. ഇവിടെ സ്റ്റാപ്ലെയറിന് നമ്മൾ ഇവിടെ തന്നെയാണ് ബലം കൊടുക്കുന്നത്. അതിന്റെ ഫലം അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഇവിടെയാണ് അതിന്റെ ഫലം അനുഭവപ്പെടുന്നത്. ഇവിടെയാണ് അതിന്റെ ദാരം. ഓക്കെ. നോക്കിക്കേ, സ്പൂണും ഒരു ഉത്തോലകം. ഇവിടെ എന്താണ്? 3 ചിത്രം കാണിച്ചിട്ടുണ്ട്. 3 ചിത്രത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സ്പൂണിന്റെ വാഭാഗത്ത് പിടിച്ച് തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ടിന്ന്. അതുപോലെ തന്നെ എന്താണ്? മിഡിൽ പോർഷനിലും പിടിച്ച് നോക്കുന്നുണ്ട്. പിന്നെന്താണ്? അതിന്റെ ഏറ്റവും അറ്റത്തായിട്ടും പിടിച്ച് തുറക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 ചിത്രത്തിലും ഏത് ചിത്രത്തിലേതാണ് നമുക്ക് കൂടുതലായിട്ട് ആ ജോലി എളുപ്പമാക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ പിടിച്ചാലാണ് വേഗത്തിൽ എന്താണ് ആ സ്പൂൺ കൊണ്ട് അടപ്പ് തുറക്കാനായിട്ട് സാധിക്കുന്നത്? ഏതാണ്? കൂടുതൽ നമുക്ക് എളുപ്പമാകാൻ സാധിക്കുന്നത് എന്താണ്? ഈ 3ാമത്തെ ചിത്രമായിരിക്കും അല്ലേ? ഓക്കെ. എന്താ പറയുന്നത്? ലഘുയന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. ശരിയല്ലേ? നമ്മൾ എന്താണ് സ്ഥാനത്തിനനുസരിച്ച് അങ്ങോട്ട് മാറുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബലം കൊടുത്താൽ മതി. ഇവിടെ എന്താ പറയുന്നത്? സ്പൂൺ കേവലം ഒരു അടുക്കള ഉപകരണമാണ്. എന്നാൽ ഒരു ടിന്നിന്റെ അടപ്പ് തുറക്കുമ്പോൾ സ്പൂണും എന്തായി മാറുന്നു? ഒരു ഉത്തോലകമായി മാറുന്നു. നോക്കിക്കേ, വെള്ളം കോരാനും ലഘുയന്ത്രം. ഇവിടെ 2 ചിത്രം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ വെള്ളം കോരുന്നതാണ് നമുക്ക് എളുപ്പം? കപ്പി ഉപയോഗിച്ച് വെള്ളം കോരുന്നതാണ് നമുക്ക് കൂടുതൽ എളുപ്പമാകുന്നത്.
രണ്ടാമത്തെ ചിത്രത്തിൽ നമ്മൾ ഇങ്ങനെ വെള്ളം കോരുമ്പോഴെന്താണ് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അല്ലേ? നമ്മൾ നമ്മുടെ കയ്യിൽ അത്രയും ബലം കൊടുത്ത് വേണം എന്ത് ചെയ്യാൻ? വെള്ളം കോരാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ ഇവിടെ ഈ ബിന്ദു, അതായത് കപ്പിയെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുകയാണ്? വെള്ളം കോരുമ്പോൾ നമുക്ക് അത് അനായാസകരമായിരിക്കും. ഓക്കെ, ശരി. നോക്കിക്കേ, ചക്രവും ദണ്ഡും. ചക്രങ്ങളുടെ കണ്ടെത്തൽ മാനവ പുരോഗതിയുടെ ചരിത്രത്തിലെ ഒരു കുതിച്ചുചാട്ടമാണ്. ചക്രങ്ങളില്ലാത്ത ഒരു ലോകം നമുക്കിന്ന് സങ്കല്പിക്കാനാവില്ല. ഗതാഗതത്തിനും ചരക്കു നീക്കത്തിനും ചക്രങ്ങൾ നൽകുന്ന സേവനം എത്ര വലുതാണ്. ഇവിടെ കാണിച്ചേക്കുന്നത് എന്താണ്? വീൽബാരോയുടെ ചിത്രമാണ്. വീൽബാരോ എങ്ങനെയാണ്? ഈ ഒരു ബിന്ദുവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. അതുകൊണ്ട് എന്താണ്? അതിൻ്റെ ഉപയോഗം നമുക്ക് വളരെ എളുപ്പത്തിൽ ജോലി ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഭാരമേറിയ വസ്തുക്കളുടെ സ്ഥാനം മാറ്റാൻ ഇതിന്റെ ചക്രമല്ലേ സഹായിക്കുന്നത്. ഒരു ദണ്ഡിനെ ആധാരമാക്കിയാണ് വീൽബാരോയുടെ ചക്രം തിരിയുന്നത്. അപ്പോൾ വാഹനങ്ങളുടെ ചക്രങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു ദണ്ഡിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തിരിയുന്നത്. ഇവിടെ നോക്കിക്കേ, താഴെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താണ്? ദണ്ഡും ചക്രവും കാണിച്ചേക്കുന്നത്. കൈവണ്ടി വലിക്കുന്നത് നോക്കൂ. രണ്ട് ചക്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് എന്താണ്? ഒരു ദണ്ഡ് കൂടി ഇവിടെയുണ്ട്. ഈ സംവിധാനമാണ് ദണ്ഡും ചക്രവും ചേർന്ന സംവിധാനം കൈവണ്ടിയെ ഭാരം വഹിച്ചുകൊണ്ട് പോകാൻ സഹായിക്കുന്നു. ഓക്കെ, കണ്ടോ? ശരി. നോക്കിക്കേ, ചരിവുതലം. നമ്മൾ കണ്ടിട്ടുണ്ട് ലോറിയിൽ തടി കയറ്റുന്നത്. അപ്പോൾ എന്താണ്? അവർ രണ്ട് സൈഡിലായിട്ട് വലിയ തടികൾ വെച്ചിട്ടാണ് മറ്റുള്ള തടികൾ ഇങ്ങനെ കയറ്റി വിടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ചരിച്ചു വെക്കുമ്പോൾ എന്താണ്? അവർക്ക് വേഗത്തിൽ തടി അതിലേക്ക് കയറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ടെക്സ്റ്റിൽ ഒരു പരീക്ഷണം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നിവർത്തി വെച്ചുകൊണ്ട് ഒരു ഭാരം വലിച്ചു കയറ്റുന്നതും അതുപോലെ തന്നെ ചരിച്ചു വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ബാഗ് വലിച്ചു കയറ്റുവാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് എളുപ്പത്തിൽ വരുന്നത് എന്താണ്? ചരിച്ചു വെക്കുമ്പോഴാണ് ബാഗ് ഈസി ആയിട്ട് മുകളിലേക്ക് കയറി വരുന്നത്. അതുപോലെ തന്നെയാണ് ലോറിപ്പണിക്കാരും തടി കയറ്റുന്നത്. പിന്നെന്താ പറയുന്നത്? മരപ്പണിക്കാർ ഉപയോഗിക്കുന്ന ആപ്പ് ചരിവുതലത്തിന്റെ വകഭേദമാണ്. ആണി അനായാസം ചുമരിൽ അടിച്ചു കയറ്റാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ അഗ്രഭാഗത്ത് ചരിവുതലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഉദാഹരണം ഇപ്പോൾ ഒരു സേഫ്റ്റി പിൻ എടുത്താൽ അതിന്റെ എന്താണ്? അറ്റം കൂർമ്പിച്ച് ഇരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് തുണിയിൽ കയറില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആണിയുടെ അഗ്രഭാഗം ചരിവുതലങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അടിച്ചു കയറ്റാൻ സാധിക്കുന്നത്. കൂർപ്പില്ലാത്ത ആണി ചുമരിൽ അടിച്ചു കയറ്റാൻ എന്താണ്? പ്രയാസമായിരിക്കും. ഓക്കെ, ചെറിയ ലഘു യന്ത്രങ്ങൾ ഒരുമിച്ച് ചേർത്തുണ്ടാക്കുന്ന ചില ഉപകരണങ്ങളും നാം നിത്യേന ഉപയോഗിക്കാറുണ്ട്. നെയിൽ കട്ടർ, സൈക്കിൾ, തയ്യൽ മെഷീൻ എന്നിവ അതിന് ഉദാഹരണമാണ്. ഇവിടെ നോക്കിക്കേ, ഒരു സ്കൂളിന്റെ ചിത്രം കാണിച്ചിട്ടുണ്ട്. അവിടെ ഒരു റാമ്പും കാണിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു കുട്ടി വീലറിൽ ഇരിപ്പുമുണ്ട്. എന്താ പറയുന്നത്? ചലനവൈഷമ്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ റാമ്പ് ഏറെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം റാമ്പുകൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവരുടെ വീലറിൽ അവർക്ക് അനായാസം കയറിപ്പോകാനും ഇറങ്ങി വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്തേക്കുന്നേ? ചരിവുതലം കെട്ടി വെച്ചേക്കുന്നേ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ എന്താണ്? രണ്ട് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ മരപ്പണിക്കാരുടെ ആപ്പായി കാണിച്ചേക്കുന്നത്. ഈ രണ്ട് സന്ദർഭങ്ങളിലും വ്യത്യസ്ത ആപ്പുകളാണ് അവർ ഉപയോഗിക്കുന്നത്. കട്ടള മുറിക്കുന്നതിനും വിറക് കീറുന്നതിനുമാണ് ഇവ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ ആപ്പിൽ ഇതിനായി ഒരു ചരിവുതലവും രണ്ടാമത്തേതിൽ രണ്ട് ചരിവുതലവും ഉപയോഗിച്ചിരിക്കുന്നു. നമുക്കറിയാം, തടി മുറിക്കാൻ നേരം എന്താണ്? രണ്ട് ചരിവുതലമുള്ള ആപ്പാണ് വെക്കുന്നത്. അപ്പോൾ എന്താണ്? വിറക് വേഗം കീറി വരാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.